പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബേക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കപ്പ് കേക്കിനും അതുപോലെ ടീ കേക്കിനൊക്കെ നല്ല ഒരു മണവും ഒരു പ്രത്യേക രുചിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും എന്ന് നോക്കാം. ഒരു ചെറിയ ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അരിപ്പയിലിട്ട് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം ആ ഒരു പൊടി എല്ലാം കൂടെ. ഇനി വേണ്ടത് ഇതേപോലെ കപ്പ് കേക്കിൻ്റെ മോൾഡുകളാണ്. മോൾഡ് ചെയ്യുന്നത് ഇതുപോലത്തെ പേപ്പർ കപ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു ലൈൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചായ കുടിക്കുന്ന കപ്പാണത്. ചായ കുടിക്കുന്ന കപ്പ് ഞാൻ പേപ്പർ കപ്പാണ്. നമുക്കിതിനകത്ത് എണ്ണ തേച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഇതിൽ ബാറ്റർ ഒഴിച്ചിട്ട് നേരിട്ട് നമുക്ക് സ്റ്റൗവിലോ അല്ലെങ്കിൽ ഓവനിലോ വെച്ച് കൊടുക്കാം. കൂടാതെ ഞാൻ ഈ ഒരു പേപ്പർ കപ്പ് കുറച്ച് ബലത്തിൽ നിൽക്കണമെങ്കിൽ ഇതിന് കുറച്ചും കൂടെ കയറ്റിയിട്ട് ഇതേപോലെ വെട്ടിക്കൊടുക്കുക. ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോൾ മാവ് പൊങ്ങി വന്നാലും ഒരുപാട് പുറത്തേക്ക് പോകാതെ നല്ല ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എണ്ണ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഒരു നനവില്ലാത്ത ഒരു ബൗൾ എടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പതഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് ആ ഒരു മണവും രുചിയും കിട്ടാൻ ചേർക്കുന്നതാണ് പൈനാപ്പിൾ എസൻസ്. ഇതും 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 1/2 കപ്പ് പഞ്ചസാര ആണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അത് നല്ല വൈറ്റ് കളറുള്ള പതയായിട്ട് പൊങ്ങി വരണം. അത്ര നന്നായിട്ട് ബീറ്റ് ചെയ്താലാണ് നമ്മളെ കപ്പ് കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പാണ്. ഇതുകൂടെ ചേർത്ത് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിലേക്ക് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് മിക്സ് വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് 2-3 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ട് കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് കട്ട് ചെയ്തതനുസരിച്ച് അതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ആ ഒരു റിബൺ കൺസിസ്റ്റൻസി, അതാണല്ലോ നമ്മുടെ കേക്കിൻ്റെ പാകം, ആ ഒരു പാകത്തുന്നത് വരെ ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മാവ് മിക്സ് ചെയ്യാൻ ഇലക്ട്രിക് ബീറ്റർ ഇല്ല എങ്കിൽ നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് സമയമെടുത്ത് വേണം അതെല്ലാം കൂടെ പതപ്പിച്ചെടുക്കാൻ. ഇല്ല എങ്കിൽ മിക്സി ജാറിൽ ഇട്ടിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. ഈ ഒരു പാകത്തിന് ഒരു 1/4 ഭാഗമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കപ്പിൻ്റെ. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഓരോന്ന് ഗ്ലാസ് എടുത്തിട്ടും വേണം ടാപ്പ് ചെയ്ത് കൊടുക്കാൻ. എയർ ബബിൾസ് എല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് മൈദ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്റർ കുറച്ചുണ്ടായിരുന്നു. ഞാനതൊരു കേക്കിൻ്റെ മോൾഡിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാത്രമാണ്. അതിനടിയിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മേലെ ഒരു പ്ലേറ്റ് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ഗ്ലാസ് എല്ലാം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാ കപ്പുകളും ഇതിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം 25 മുതൽ 30 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഒരു മീഡിയം ലോ ഹീറ്റിലാണ് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമാണ് ആദ്യം, പിന്നീട് കുറച്ച് കൊടുത്താൽ മതി. ഇനി കേക്ക് ട്രേ ഞാൻ കുക്കറിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു വാഷറും വിസിലെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് വെച്ചാൽ മതി. ഇടയ്ക്ക് നോക്കണം. ഈ 15 മിനിറ്റൊക്കെ ആവുന്നതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ കുക്കറിലാവും. അതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഒരു കപ്പ് കേക്ക് റെഡി ആയിട്ടുള്ളത്. ഒരു 30 മിനിറ്റ് എടുത്തിട്ടുണ്ട് കപ്പ് കേക്ക് ആയി കിട്ടാൻ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണ്. നമുക്ക് ബേക്കറിയിലത്തെ അതേ ഒരു മണം കിട്ടുന്നുണ്ട് ഈ ഒരു പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോൾ. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഈ പേപ്പർ കപ്പില്ലേ, ഗ്ലാസ് ചായ കപ്പ്, അതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിഭാഗം കരിഞ്ഞു പോയിട്ടും ഇല്ല. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് പൊളിച്ചെടുക്കാം. ഇതിൻ്റെ ഈ പേപ്പറിൻ്റെ കപ്പ് ഒന്ന് അഴിച്ചെടുത്ത് നോക്കാം എങ്ങനെയുണ്ട്, അതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ അല്ല അതിൻ്റെ ഒരു കരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു പേപ്പറോടെ കട്ട് ചെയ്തെടുക്കുകയാണ്.
ചെറിയൊരു ചൂടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ല, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ട്രേയിലെ കേക്കും റെഡി ആയിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റാണ്, ഉൾഭാഗവും ഇതുപോലെ തന്നെ. കണ്ടില്ലേ, നല്ലതായിട്ട് ആ ഒരു സ്പോഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. വാനില എസൻസ് ചേർക്കുമ്പോഴും കൂടെ പൈനാപ്പിൾ എസൻസ് ചേർക്കുമ്പോഴും ബേക്കറിയിലത്തെ അതേ മണവും രുചിയും നമുക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.